മഞ്ഞപ്പൊടിയുടെ കൂടെ കല്ലുപ്പും കൂടി ഒന്ന് ഇട്ട് നോക്കൂ. വീട്ടിൽ ഒരു 100 കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇത് മാത്രമല്ല കേട്ടോ, ഇന്ന് വേറെയും കുറെ നല്ല ടിപ്സ് പറയുന്നുണ്ട്. അപ്പൊ ആൻഡ്രിയാസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ ഞാൻ ആദ്യം തന്നെ കുറച്ച് കല്ലുപ്പും അതേപോലെ തന്നെ ഒരു സ്പൂണ് മഞ്ഞപ്പൊടിയും കൂടി എടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഇതാ നമ്മുടെ പാത്രമൊക്കെ കഴുകുന്ന ലിക്വിഡ് ഉണ്ടാവില്ലേ, അതിനകത്ത് നമ്മൾ ഇതേപോലെ ഈ ഒരു കല്ലുപ്പും മഞ്ഞപ്പൊടിയും കൂടെ ചേർത്തിട്ടുള്ള ഇത് നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലിപ്പോൾ ഞാൻ ഓരോ സ്പൂണ് വെച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത്. അതിനുശേഷം നമ്മളിത് മുഴുവനും ഇടാം കേട്ടോ. ഇപ്പം ഞാൻ എടുത്തു വെച്ചത് മുഴുവനും ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഇത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് പാത്രങ്ങൾ നമ്മൾ കഴുകുകയാണെന്നുണ്ടെങ്കിൽ ഇത് നല്ല രീതിയിൽ തന്നെ നല്ല ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മിക്സായി കിട്ടും കേട്ടോ. ഇനി ഇത് നല്ല രീതിയിൽ നമ്മളൊന്ന് ഷേക്ക് ചെയ്തെടുത്തിട്ട് പിന്നീട് ഇത് നമ്മൾ പാത്രം കഴുകാനായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു ബാഡ് സ്മെല്ല്, അതായത് ഇപ്പോൾ നമ്മൾ നോൺ വെജ് ഒക്കെ കഴിച്ചിട്ട് പാത്രം കഴുകുന്നുണ്ടെങ്കിൽ ആ ഒരു ബാഡ് സ്മെല്ല് മാറി കിട്ടും. അതേപോലെ പാത്രങ്ങൾക്കൊക്കെ നല്ല വൃത്തിയാവാനും നല്ല ഷൈനിങ് വരാനുമായിട്ടും നല്ലൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പാത്രം കഴുകുന്ന ഈ ഒരു ലിക്വിഡിൽ ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ പിന്നെ നമ്മൾ ഓരോ ദിവസവും കുറച്ചായിട്ട് ഈ ഡ്രോപ്സ് ഒഴിക്കേണ്ട കാര്യം വരുന്നില്ലല്ലോ. ഇതിനകത്ത് ഒരുമിച്ച് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. നല്ല വൃത്തിയായിട്ട് പാത്രങ്ങൾ കിട്ടും, നല്ല ക്ലീൻ ആയിട്ട് കിട്ടുകയും ചെയ്യും, ബാഡ് സ്മെല്ല് മാറി കിട്ടും കേട്ടോ. അപ്പോൾ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, കുറച്ച് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്, അതിലോട്ട് ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ സ്വർണം വെള്ളി ഇങ്ങനത്തെയൊക്കെ നമ്മുടെ ആഭരണങ്ങൾ ഉണ്ടാവില്ലേ, ഇങ്ങനത്തെ സ്വർണം വെള്ളി ഇതിൻ്റെയൊക്കെ മാല വള ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇതിലൊരു 10 മിനിറ്റ് നമ്മളൊന്ന് ഇട്ട് വെച്ചതിന് ശേഷം നമ്മളിതൊന്ന് ഇങ്ങനെ ഒരു ബ്രഷ് എടുത്തിട്ട് ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ നല്ല രീതിയിലൊന്ന് കഴുകിയെടുത്ത് നോക്കൂ. സ്വർണത്തിൻ്റെ ആണെങ്കിലും ശരി വെള്ളിയുടെ ആണെങ്കിലും ശരി ഈ മാലയും ഇതിലൊക്കെ നല്ലൊരു തിളക്കം വരും ഇതിന്. അതേപോലെ തന്നെ നല്ല വൃത്തിയായിട്ട് ഇത് കിട്ടുകയും ചെയ്യും കേട്ടോ. നല്ലൊരു ഷൈനിങ് വരും. അപ്പോൾ കുറച്ച് നേരം ഇട്ട് വെച്ചിട്ട് കഴുകി കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പം ഞാനിതാ കുറേ നേരം ഇട്ടൊന്നും വെച്ചിട്ടില്ല, അത്രയൊന്നും സമയം ഉണ്ടായിരുന്നില്ല എനിക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാനിതാ ഇപ്പോഴിങ്ങനെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് കഴുകി എടുക്കുകയാണ്. പക്ഷെ ഇങ്ങനെ ഒന്ന് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അഴുക്കൊക്കെ നല്ല രീതിയിൽ പോകാനും അതേപോലെ നല്ലൊരു ഷൈനിങ് ഇതിന് വരാനായിട്ടും നല്ലതാണ് കേട്ടോ. ഇപ്പൊ അടുത്ത നമ്മുടെ ഒരു ടിപ്സ് എന്ന് പറയുന്നത്, നമ്മളിങ്ങനെ തക്കാളിയൊക്കെ കേടാവാതിരിക്കാനായിട്ടും അതേപോലെ ഇതിലിങ്ങനെ പെസ്റ്റിസൈഡ്സ് അടിച്ചൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ അതൊക്കെ പോകാനായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതേപോലെ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് പച്ചക്കറികളാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പം ഞാൻ കുറച്ച് വെള്ളം ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രാവിലെ തന്നെ ഇപ്പോൾ അങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒരു 10 മിനിറ്റ് നമ്മൾ ഇതേപോലെ കുറച്ച് വെള്ളം, അതേപോലെ ഉപ്പ്, അതിനുശേഷം മഞ്ഞപ്പൊടി, ഈ എല്ലാ കാര്യങ്ങളും കൂടെ നമ്മളൊന്നിങ്ങനെ എടുത്തിട്ട് അതിനുശേഷം അതിലോട്ട് നമ്മൾ ഈ ഒരു തക്കാളി അല്ലെങ്കിൽ പച്ചക്കറി ഇതൊക്കെ ഒരു 10 മിനിറ്റ് നമ്മളൊന്ന് ഇട്ട് വെച്ചിട്ട് പിന്നെ ഒന്ന് വാഷ് ചെയ്തെടുത്ത് നോക്കൂ. നമുക്ക് രാവിലെ ഇപ്പം നമ്മൾ ഒരാഴ്ചക്കൊക്കെ ഒരുമിച്ച് വാങ്ങിക്കുന്നവരാണെങ്കിൽ വലിയൊരു ടബിൽ ഇങ്ങനെ ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ ഒരാഴ്ചത്തെ പച്ചക്കറിയൊക്കെ നമുക്ക് ഇതേപോലെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ കേടാവാതെ ഇരിക്കുകയും ചെയ്യും. നല്ല വൃത്തിയായിട്ട് അതിൻ്റെ ആ ഒരു പെസ്റ്റിസൈഡ്സ് കാര്യങ്ങളൊക്കെ പോവാനും. കല്ലുപ്പ് ഇടണം കേട്ടോ, കല്ലുപ്പും മഞ്ഞപ്പൊടിയും, അതേപോലെ തന്നെ വേണ്ടവർക്ക് പുളിയും കൂടെ ഇടാം. അപ്പം നല്ല രീതിയിൽ തന്നെ അത് വൃത്തിയായിട്ട് കിട്ടും. ഒരു 10 മിനിറ്റ് ഇത് മുങ്ങുന്ന രീതിയിൽ വെള്ളം വെച്ചതിന് ശേഷം നമ്മളിതൊന്ന് കഴുകി എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടതിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, നല്ല രീതിയിൽ അത് വൃത്തിയായിട്ട് കിട്ടും. ഇനിയിപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ മഞ്ഞപ്പൊടി ഉപ്പിട്ട വെള്ളത്തിൽ കഴുകിയിട്ട് നമ്മളൊന്ന് നല്ല രീതിയിലൊന്ന് തുടച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറേ ദിവസം അത് കേടാവാതെ ഇരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അടുത്ത നമ്മുടെ ഒരു ടിപ്സ് എന്ന് പറയുന്നത്, നമ്മൾ കുറച്ച് പൗഡർ ഇങ്ങനെ ഇട്ടിട്ട് അതിനുശേഷം നമ്മളിതാ മഞ്ഞപ്പൊടി കൂടി അതിലോട്ട് ഇട്ട് വെക്കുക കേട്ടോ. അപ്പോൾ ഈ 2 എണ്ണം കൂടി ഇട്ടതിന് ശേഷം നമ്മളിതൊന്ന് മിക്സ് ചെയ്തിട്ട്, ഇപ്പോൾ പൗഡറൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പൗഡറിൻ്റെ ഡപ്പ ഉണ്ടാവില്ലേ, അതിനകത്ത് നമ്മൾ ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അതിനുശേഷം ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിങ്ങനെ ഉറുമ്പ് വരുന്ന സൈഡിലൊക്കെ നമുക്ക് ഇതേപോലെ ഒന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ സ്റ്റൗവിൻ്റെ കടിയിലാണെങ്കിലും അങ്ങനെ ഒന്ന് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഉറുമ്പ് വരില്ല. ഇപ്പോൾ നമുക്ക് വീടിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ ഇങ്ങനെ ഇപ്പോൾ നമ്മുടെ നിലത്തോ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ഉറുമ്പ് അകത്തൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉറുമ്പ് പൊടിയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ, ഇപ്പോൾ കുട്ടികളൊക്കെ ഉള്ള സ്ഥലങ്ങളാണെങ്കിലും അതെ നിലത്താണെങ്കിലും നമുക്ക് ഇതിട്ട് കഴിഞ്ഞാൽ ഒട്ടും നമുക്ക് പേടിക്കാനില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉറുമ്പ് മാറി കിട്ടും, ഉറുമ്പ് വരില്ല. അപ്പോൾ നമുക്ക് ചെടികളുടെയൊക്കെ സൈഡിൽ നമ്മളിങ്ങനെ ഇട്ട് കൊടുത്താലും നല്ലതാണ് കേട്ടോ.
അടുത്തായിട്ട് നമുക്കിതാ ഈ പൗഡറും മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് വെച്ചിട്ടുള്ള ഇതില്ലേ നമ്മളിപ്പോൾ ഇങ്ങനെ ഈ ഷുഗർ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ സ്വീറ്റ്സോ എന്തെങ്കിലും വെച്ച് ഇങ്ങനെ പാത്രം ഉണ്ട് വിചാരിച്ചോളൂ, അതിൽ ഉറുമ്പ് വരാതിരിക്കാനായിട്ട് അതിൻ്റെ സൈഡിലൊക്കെ നമ്മൾ ഈ പൗഡറും മഞ്ഞപ്പൊടിയും കൂടി ഇട്ട ഇത് നമ്മൾ ഇങ്ങനത്തെ ഈ ഒരു തുണി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തുടച്ചിട്ട് വെച്ചാൽ മതി. അപ്പോൾ ഇതിനകത്ത് പിന്നെ ഒരിക്കലും ഉറുമ്പ് വരില്ല. ഇപ്പം നമ്മൾ ഷുഗറിൻ്റെ പാത്രം നമുക്ക് ഇങ്ങനെ ചെയ്യാം, വല്ല സ്വീറ്റ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അതിനകത്ത് ഒരിക്കലും ഉറുമ്പ് വരില്ല, ഉറുമ്പിൻ്റെ ഒരു ശല്യം നമുക്ക് ഉണ്ടാവില്ല. അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത്, നമ്മൾ കൂർക്കയൊക്കെ നേരെയാക്കുന്ന സമയത്ത് നമ്മുടെ കൈകളിൽ ആ ഒരു കറുപ്പ് ഒരു പാട് വരും അല്ലേ. അപ്പോൾ അങ്ങനെ ആ ഒരു കറുപ്പ് കറ വരാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ. നമ്മൾ മഞ്ഞപ്പൊടിയിൽ ഇതേപോലെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും മഞ്ഞപ്പൊടിയും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളൊന്ന് നമ്മുടെ കൈകളിൽ തേച്ചതിന് ശേഷം നമ്മൾ കൂർക്കയുടെയൊക്കെ തൊലി കളയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും പിന്നെ ആ ഒരു കറ നമ്മുടെ കൈകളിൽ പിടിക്കില്ല. ഇത് നമുക്ക് ഏതൊരു കറ മാറാനായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ കായ മുറിക്കുമ്പോഴാവട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇപ്പോൾ ചിപ്സൊക്കെ ഉണ്ടാക്കുമ്പോഴാവട്ടെ, എപ്പോഴും നമ്മുടെ കറ മാറാനായിട്ട് നമ്മൾ ഇങ്ങനത്തെ ഈ ഒരു കൂർക്ക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മുറിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ മഞ്ഞപ്പൊടിയും ഉപ്പും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട്, ഉപ്പല്ല കേട്ടോ, മഞ്ഞപ്പൊടിയും നമ്മുടെ വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് കൈകളിൽ തേച്ചാൽ മതി കേട്ടോ. നമ്മുടെ കോളിഫ്ലവർ ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു സമയത്ത് അതിനകത്ത് ഇങ്ങനെ നിറയെ പുഴുവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് പോകാൻ വേണ്ടി മാത്രമല്ല, നിറയെ ഇത് ഫ്ലവർ ആയതുകൊണ്ട് തന്നെ ഇതിലോട്ട് ഡയറക്റ്റ് പെസ്റ്റിസൈഡ്സ് അടിച്ചിട്ടായിരിക്കില്ലേ വരുന്നത്. അപ്പോൾ അത് മാറാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, ഞാൻ കോളിഫ്ലവറും വെള്ളവും കൂടെ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് കല്ലുപ്പാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ കല്ലുപ്പ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടി കൂടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ മഞ്ഞപ്പൊടി കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ 2 കാര്യമാണ് ഇതിൽ. വേണമെങ്കിൽ നിങ്ങൾക്ക് പുളിയും കൂടി ഒഴിച്ചിട്ട് ഇട്ട് കൊടുത്താൽ നല്ലതാണ്. അതിനുശേഷം ഇതൊന്ന് നല്ലോണം ഒന്നൊരു തള വരണം, ഒന്ന് തിളയ്ക്കുന്ന വരെ ഒന്ന് വെക്കുക. അതിനുശേഷം ഇതൊന്ന് ഓഫ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഈ പുഴു കാര്യങ്ങളൊക്കെ പൊങ്ങി വരും. അതേപോലെ തന്നെ പെസ്റ്റിസൈഡ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് മാറി കിട്ടും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ നമുക്ക് അറിയാമല്ലോ, പുറത്തുനിന്ന് വരുന്ന കാര്യങ്ങൾ നമ്മൾ എത്രയൊക്കെ വാഷ് ചെയ്തെടുത്താലും അത് കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ പെസ്റ്റിസൈഡ്സ് ഒക്കെ പോകാനും പുഴു കാര്യങ്ങൾ വേറെ കാര്യങ്ങളെല്ലാം മാറാനായിട്ടും ഇതേപോലെ ഒന്ന് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ നല്ല എന്താ പറയുക, നമുക്ക് ഒരു മനസ്സമാധാനമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ടിപ്സും കൂടെ പലരും ചൂടാക്കിയിട്ട് കഴിക്കുന്നുണ്ടായിരിക്കും, പക്ഷേ ഉപ്പോ മഞ്ഞപ്പൊടിയോ പുളിയോ ഒന്നും ഇടുന്നുണ്ടാവില്ല. അപ്പോൾ ഇതും കൂടി ഒന്ന് ഇട്ടിട്ടൊന്ന് നോക്കൂ കേട്ടോ. ഇപ്പൊ ദാ ഈ ഒരു കാര്യം നല്ല തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പൊ ദാ ഈ കോളിഫ്ലവറിന്റെ ഇതുകൊണ്ട് 2 ഗുണമുണ്ട് കേട്ടോ. ഒന്ന്, കോളിഫ്ലവർ വെന്തും കൂടി കിട്ടും. പിന്നെ നമുക്കത് പെട്ടെന്ന് വേവിക്കാനുമായിട്ടും എളുപ്പമാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് എണ്ണയിൽ ഒന്ന് വഴറ്റിയെടുക്കുമ്പോൾ തന്നെ അത് വെന്ത് കിട്ടും. രണ്ടാമത്തെ ഒരു ഗുണം എന്താ പറയുന്നത്, ഇതിന്റെ പെസ്റ്റിസൈഡ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് പോവും, അതിന്റെ ആ പുഴു കാര്യങ്ങളൊക്കെ പോയി കിട്ടും. അപ്പൊ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് പറഞ്ഞിട്ടുള്ള ഈ ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ, യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.